4 വർഷത്തിന് ശേഷം അതിഗുരുതര വെളിപ്പെടുത്തലുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് താരങ്ങളെയും സംവിധായകരെയും അണിയറ പ്രവർത്തകരെയും വളർത്തിയ പൊതുജനത്തിന് എന്താണ് പറയാനുള്ളത്? കേൾക്കാം. പിന്നെ പഴയ കാലഘട്ടം തൊട്ടേ ഇത് കണ്ടിന്യൂ ചെയ്തു വരുന്നതാണ്. ഇപ്പോൾ എനിക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ സുഹൃത്തുക്കളും പുരുഷ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ രഞ്ജിനി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതുമാണ്. സർക്കാർ ഇടപെടണം. സർക്കാർ ഇടപെടില്ലല്ലോ. സർക്കാർ ഇടപെടണം. പക്ഷേ സർക്കാർ ഈ 4 വർഷം കൊണ്ട് പൂഴ്ത്തി വെച്ചില്ല. എന്താ സർക്കാർ ഇടപെടാത്ത? അതിനോട് പോലീസുകാർ പ്രതികരിക്കുകയും അതിലിടപെടുകയും ചെയ്യണം പരാതികൾ വരുമ്പോൾ. പിന്നെ അവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതോ അതിനൊക്കെ പ്രത്യേക ഒരു കമ്മിറ്റി വെച്ച് അവർക്ക് അതൊരു സംരക്ഷണം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും സർക്കാർ അതിൻ്റെതായ രീതിയിൽ നോക്കി കേട്ടെടുക്കും. ലഹരിയും അതും ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. വളരെ ചീപ്പായൊരു ഏർപ്പാട് നമ്മൾ ഇത്രയും സിനിമാ മേഖലയിലേക്ക് നടപടി വേണം. അതാരായാലും ശരി നടപടി വേണം. അത് സിനിമാ മേഖല എന്നല്ല ഏത് മേഖലയായാലും നമ്മൾ സ്ത്രീകൾക്കുള്ള അതിക്രമം ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ സർക്കാർ സ്വീകരിക്കേണ്ടതുണ്ട്. റിപ്പോർട്ട് എന്തായാലും അത് നടപ്പാക്കണം. ആരൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ആരാണ് അപ്പം അത് കുറ്റക്കാരാരായാലും ശിക്ഷിക്കണം. അതിൽ പ്രമുഖരെന്ന് മാത്രമേ പറയുന്നത്, ആൾക്കാരെ സ്പെസിഫിക് ആയിട്ട് പറയില്ല. അതുകൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. എന്താണേലും കുറ്റം ചെയ്തവർ അറിയണമല്ലോ, ശിക്ഷിക്കപ്പെടണവർ. സ്ത്രീകൾ ഭയങ്കര ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു കർശനമായ ഒരു ആക്ഷൻ ഉണ്ടാവണം. അതിൽ ആരുടെയും പേരൊന്നും കണ്ടില്ല. അവർ പേര് വെളിപ്പെടുത്തട്ടെ. നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ലൊരു നിലയിലെത്തി നിൽക്കുന്ന സമയമാണ്. ആ നേരത്ത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോശം പരിപാടിയാണ്. നമ്മുടെ സിനിമാ മേഖലയെ തന്നെ തളർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കേസ് എടുക്കുമായിരിക്കും. അത് കഴിയുമ്പോൾ കേസ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അവർ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പോകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു കുത്തക മേധാവിത്വം ഏത് മേഖലയിലുണ്ടല്ലോ, അപ്പോൾ ഒരു മേധാവിത്വം ഈ മേഖലയിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പൊളിച്ചെഴുത്ത് ഇതിൽ അനിവാര്യമാണ്. അത് നിർബന്ധമായിട്ടും അത് വേണം തന്നെയാണ് അഭിപ്രായം. ശരിക്കൊരു സ്ത്രീകളൊക്കെ ആകുമ്പോൾ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല രീതിയിൽ അവർക്കൊരു പ്രൊട്ടക്ഷൻ രീതി കിട്ടണം. സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിയമം കൊണ്ടുവന്ന് ഇതെല്ലാം പൊളിച്ച് എടുക്കണം. സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ അതൊക്കെ ശരിയായ രീതിയിൽ വരണമെന്നാണ് നമ്മളും പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ. വേണ്ട ഒരു കാര്യം തന്നെയാണ് ഹേമ മിഷൻ പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ ആ മേഖലകളിൽ വരേണ്ട മാറ്റങ്ങൾ പുതു കാലഘട്ടത്തിന് ആവശ്യമാണത്.